അങ്ങനെ ഒഡീഷ എഫ് സി അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ സീസണിലെ ലീഗ് മത്സരങ്ങൾ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. ജംഷഡ്പൂർ എഫ് സിക്കെതിരെ ശക്തരായിട്ടുള്ള ജംഷഡ്പൂർ എഫ് സിക്കെതിരെ ഒരു 3-2 വിജയം സ്വന്തമാക്കി. അതും ഒരു എവേ മത്സരമാണ്, ജംഷഡ്പൂരിൻ്റെ ഹോമിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു മത്സരമാണ്. അങ്ങനെ ഒരു ജയം സ്വന്തമാക്കി പ്രതീക്ഷ നിലനിർത്തുന്നു. നിലവിൽ 33 പോയിൻ്റാണുള്ളത്. GD കൂടി കണക്ക് കൂട്ടുമ്പോൾ നിലവിൽ 6ാം സ്ഥാനത്താണുള്ളത്. ഈ 6ാം സ്ഥാനം ലീഗ് അവസാനിപ്പിക്കുന്ന സമയത്തും നിലനിൽക്കണമെങ്കിൽ ഇനി വരാൻ പോകുന്ന 2 മത്സരങ്ങൾ മുംബൈ സിറ്റി എഫ് സി പരാജയപ്പെടണം. സാധ്യതകൾ നമുക്ക് വേണേൽ പറയാം, കാരണം 2 എവേ മത്സരങ്ങളാണ് മുംബൈ സിറ്റി എഫ് സി കളിക്കാൻ പോകുന്നത്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അതെന്ത് സംഭവിക്കും എന്നുള്ളത്. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒഡീഷ എഫ് സി ഒരു ഇമ്മൻസ് ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ഒരു തന്ത്രത്തോടു കൂടി തന്നെയാണ് ആദ്യ മിനിറ്റുകളിൽ തന്നെ തുടങ്ങി കളിച്ചത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ കളി തുടങ്ങി 1 മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഇസാക്കിന് കിട്ടിയിട്ടുള്ള ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള അവസരം, അത് ആൽബിനോ നല്ലൊരു ഫിംഗർ ടിപ്പ് സേവ് നടത്തി. 1 മിനിറ്റ് കഴിയുന്നതിനകം തന്നെ വീണ്ടും ഇസാക്കിന് കിട്ടിയ ഒരു സുന്ദരം അവസരം, അതും പറഞ്ഞ പോലെ ആൽബിനോയുടെ ഒരു കിടിലൻ സേവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആൽബിനോ നമുക്കറിയാം ഈ സീസണിൽ മികച്ച പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു താരം തന്നെയാണ്. ഈ ഒരു മത്സരത്തിൽ തന്നെ ഇപ്പം ഒഡീഷ എഫ് സി കൂടുതൽ ഗോളിലേക്ക് എത്താത്തതിൻ്റെ ഒരു ഫാക്ടർ തന്നെ എന്നുള്ളത് നമുക്ക് ആൽബിനോയുടെ കാര്യം പറയാനായിട്ട് സാധിക്കും. എത്ര സേവുകൾ, രാഹുൽ KPയുടെ സേവ് അടക്കമുള്ള മികച്ച ഗോൾ അവസരങ്ങളാണ് ഒഡീഷ എഫ് സിക്ക് ഉണ്ടാകേണ്ടിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ സേവ് കാരണം ജംഷഡ്പൂർ എഫ് സിക്ക് കൂടുതലൊരു ഗോൾ കൺസീഡിങ്ങിലേക്ക് പോകാതിരുന്നത്. അങ്ങനെ നിരവധി ചാൻസസ്, പ്രത്യേകിച്ച് ഒഡീഷ എഫ് സി തന്നെയാണ് അറ്റാക്കിങ്ങിൽ ഇത് കാണിച്ചിരുന്നത്. നമുക്കറിയാം ജംഷഡ്പൂർ എഫ് സിയുടെ നമ്മളെപ്പോഴും പറയുന്നൊരു ഹറാം ഫുട്ബോൾ ടാക്ടിക്സ് ഉണ്ട്. ഇങ്ങനൊരു ടീമിനെ അറ്റാക്കിന് വിടുക, ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ കൗണ്ടറിൽ അടിക്കുക, സെറ്റ് പീസസ് യൂട്ടിലൈസ് ചെയ്യുക, എസ്പെഷ്യലി ത്രോയിൻസും കോർണേഴ്സും, ഈ ഒരു പാറ്റേൺ ആണ് എന്നുള്ളത്. എന്താണെങ്കിലും 21ാമത്തെ മിനിറ്റിലാണ് ആദ്യത്തെ ഗോൾ ഒഡീഷ എഫ് സി സ്വന്തമാക്കുന്നത്. അതൊരു കിടിലൻ ഗോൾ തന്നെയായിരുന്നു. അത് ഡോറിക്ക് കിട്ടിയിട്ടുള്ള ഒരു പാസ്സാണ് സെൻട്രൽ ലൈനിൻ്റെ അവിടെ നിന്ന്. അത് ഒരു നോ ലുക്ക് പാസ് കണക്കെയാണ് ബോമസിന് കൊടുത്തിട്ട് അദ്ദേഹം ഒരു റൺ മേക്ക് ചെയ്യുന്നു. ദെൻ ബോമസ് നന്നായിട്ട് ആ പാസ് തിരിച്ച് ഡോറിക്ക് കൊടുക്കുന്നു. അവിടെയും ആൽബിന് ക്ലോസ് ഡൗൺ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ മാക്സിമം ട്രൈ ചെയ്തു. പക്ഷേ ഡോറി എന്ന് പറയുന്ന താരത്തിൻ്റെ ഒരു ഫിനിഷിങ് എബിലിറ്റി കൊണ്ടിട്ട് തന്നെയാണ് ആ ഒരു ഗോൾ സ്വന്തമാക്കാനായിട്ട് സാധിച്ചത്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ വീണ്ടും ഒരു അവസരം കിട്ടിയിരുന്നു. അതാ ഞാൻ മുമ്പ് പറഞ്ഞ രാഹുൽ KPയുടെ ഒരു ഷോട്ട്, അത് ബ്രില്യൻ സേവ് ആൽബിന് നടത്തിയെന്ന കുറച്ച് ആദ്യ പകുതിയിൽ തന്നെ മറ്റൊരു ഗോൾ കൂടി ഒഡീഷ എഫ് സി അടിക്കുകയാണ്. ഹ്യൂഗോ ബോമസ് ആണ്, ഇസാക്കിൻ്റെ ഒരു കിടിലൻ പാസ്സാണ്. അതൊരു ഒരു കൗണ്ടർ സിറ്റുവേഷനിൽ നിന്ന് വന്നിട്ടുള്ളൊരു മൊമെൻ്റാണ്. അത് ഇസാക്ക് കൊടുത്തു. അത് ഒന്നാന്തരമായിട്ട് ബോമസിന് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ ആദ്യ പകുതി കഴിയുമ്പോൾ തന്നെ 2-0 എന്ന നിലയിലെത്തി. ആദ്യ പകുതിയിൽ ഒരു ബ്രില്യൻ പെർഫോമൻസ് ഒഡീഷ എഫ് സിയുടെ ഭാഗത്തു നിന്ന് നടത്തിയിട്ടുള്ള പ്ലേയേഴ്സാണ് പറഞ്ഞ ഹ്യൂഗോ ബോമസും. എത്ര ചാൻസസ്, ഇപ്പം ഈ മത്സരത്തിലെ 3 ഗോളിലും കോൺട്രിബ്യൂട്ട് ചെയ്തത് ബോമസ് തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഡിസേർവ് ചെയ്തിരുന്നു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഒരു താരമാണ് റഹീം അലി. ഒഡീഷ എഫ് സിയുടെ ബ്രില്യൻ പെർഫോമൻസ് ആണ് നടത്തിയത്. എസ്പെഷ്യലി ആ ഡിഫൻസീവ് പാർട്ട് നമ്മൾ മുമ്പ് എപ്പോഴും അദ്ദേഹത്തെ സ്ട്രൈക്കറായിട്ട് കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എബിലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് തന്നെയാണ്. ആ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഒരിക്കലും ഒരു ഫിനിഷറായിട്ടുള്ള പ്ലെയർ അല്ല. അത് നമ്മൾ ഇന്ന് 2ാം പകുതിയിൽ കിട്ടിയിട്ടുള്ള ഒരു അവസരത്തിൽ കാണുകയും ചെയ്തതാണ്. കാരണം അത്ര ടൈം ഉണ്ടായിട്ട് പോലും അത് വേസ്റ്റാക്കി പോയി. അന്നേരത്തേക്കും ആൽബിനോ ആ ഒരു സ്പേസ് ക്ലോസ് ചെയ്തു. അതുകൊണ്ട് അടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് റഹീം അലി കളിച്ചു. അവസാനം ഇഞ്ചറി വാങ്ങിയിട്ട് തിരിച്ച് കയറേണ്ട ഒരു സാഹചര്യത്തിലേക്കും പോയി. അതിനുശേഷം രാഹുൽ KP ഒരു കോർണർ സിറ്റുവേഷനിൽ നിന്ന് കൊടുത്ത ഒരു ബോളിൽ ബോമസ് 3ാമത്തെ ഗോൾ അടിച്ച് 3-0 ഒരു സീൽ ചെയ്തു എന്ന തരത്തിലേക്ക് പോയിരുന്നു. അങ്ങനെ ഒരു എതിരില്ലാത്തൊരു വിജയം സ്വന്തമാക്കുമെന്ന സാഹചര്യത്തിലാണ് ജംഷഡ്പൂർ എഫ് സി ചില ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയത്. പക്ഷേ ഈ ജംഷഡ്പൂർ എഫ് സിക്ക് ഈ ഒരു മത്സരത്തിൽ എനിക്ക് എടുത്തു പറയാനാണെങ്കിൽ നല്ല ചില അവസരങ്ങൾ കിട്ടിയിരുന്നു. എസ്പെഷ്യലി സിവേറിയയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു 3-4 അവസരമുണ്ട്. അതിൽ 1-2 എണ്ണമെങ്കിലുമൊക്കെ ഗോൾ അടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അതുപോലെ സ്റ്റീഫൻ എസ്ഐക്ക് കിട്ടിയിട്ടുള്ള ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു മത്സരത്തിൽ അവർക്കൊരു ഡ്രോ എങ്കിലും പിടിക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. കാരണം അവർക്ക് കിട്ടുന്ന ഒരു പോയിന്റും വിലപ്പെട്ടതാകുന്നത് അവർക്ക് 3-4 സ്ഥാനത്ത് അവരുടെ ഒരു സ്ഥാനം ഉറപ്പിക്കണം എന്നുള്ളിടത്താണ്. പിന്നീട് മത്സരം 80 മിനിറ്റുകൾക്ക് ശേഷമാണ് ഒരു പെനാൽറ്റി ജംഷഡ്പൂരിന് അനുകൂലമായിട്ട് കിട്ടുന്നതും. അത് ജോത മുറെ ഒന്നാന്തരമായിട്ട് ഫിനിഷ് ചെയ്ത് അതിനുശേഷം ആണ് ത്രോയിൻ സിറ്റുവേഷനിൽ നിന്ന്, അത് ഉവൈസിൻ്റെ ഒരു നല്ല ത്രോയിനാണ്. അതാണ് ത്രോയിൻ സിറ്റുവേഷൻസൊക്കെ എത്രത്തോളം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്ന് കാണിച്ചു തന്നിട്ടുള്ളൊരു ടീമാണ് ജംഷഡ്പൂർ എഫ് സി. അത് എല്ലാ ഇതെടുക്കുന്നത് ഉവൈസാണ്. അങ്ങനത്തെ ഒരു ഓൺ ഗോളിൽ നിന്നാണ് 3-2. അപ്പം കളി കുറച്ച് ടൈറ്റ് ആകുന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ വന്നു. എന്താണെങ്കിലും അങ്ങനത്തെ ഒരു മത്സരമായിരുന്നു. പിന്നീട് ഒരു സെക്കൻഡ് ഹാഫിൽ ഒരുപാട് ജംഷഡ്പൂർ എഫ് സിയുടെ ഭാഗത്തു നിന്നുള്ള അറ്റാക്സ് ചേഞ്ചസ് വരുത്തി അവർ മാക്സിമം കളിയിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചു. പക്ഷേ ഒരു ഗോളിൻ്റെ ലീഡിൽ, അതായത് 3-2 എന്ന് പറയുന്നൊരു നിലയിൽ ഒഡീഷ എഫ് സി അവരുടെ വിജയം സ്വന്തമാക്കുകയും പ്ലേ ഓഫ് സാധ്യത നിലനിർത്തുകയും ചെയ്തു എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായും കമ്പോസ് ചെയ്യാൻ.